ഹായ് എവ്രി വൺ. ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഫൈനലി മലയാളത്തിൽ ഒരു ലൈവ് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ എന്റെ ബിസിനസ് പേജിൽ എപ്പോഴും ചെയ്യുന്ന ഹിന്ദിയിലാണ്, കാരണം ഞാൻ മോർ കംഫർട്ടബിൾ ഹിന്ദിയിലാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച കാരണം. പിന്നെ എന്റെ മലയാളം കേട്ടിട്ട് ആരും ചിരിക്കണ്ട, മനസ്സിലാക്കിക്കോണം. കാരണം എന്റെ ഫാമിലി പറയുമ്പോൾ എന്റെ ബ്രദർ ലോ ഞാൻ കാണിക്കാം. എന്റെ ബ്രദർ ലോ സിനീഷിനെ അറിയാം. സിനീഷ് എങ്ങനെയാ ഞാൻ മലയാളം പഠിച്ചത്? കാരണം ഞാൻ ഫസ്റ്റ് മലയാളം പറയുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്നെ കളിയാക്കും, ചേച്ചി ഇങ്ങനെയല്ല പറയേണ്ടതൊക്കെ. എന്റെ മോനുണ്ട്, 2 പെൺപിള്ളേർ ഇവിടെ ഡാൻസ് ചെയ്യുന്നു. ഞങ്ങളിപ്പം സിഡ്നിയില് ബിഗ് ഫിഡിലാണ്. ഞാൻ ഒരാളോട് പരിചയപ്പെടുത്താം, എന്റെ സിസ്റ്റർ ഇൻ ലോ ചെറിയൊരാളാണ്. എനിക്ക് വേണ്ടി സ്റ്റെഫിയാണ് പേര്. എന്റെ സ്റ്റെഫി എനിക്ക് വേണ്ടി സിസ്റ്റർ പറയാ, ചെറിയൊരു മോളുടെ മാതിരിയാണ്. ഞാൻ വഴക്കും പറയും. അങ്ങനെയൊക്കെയാണ് ഞങ്ങള്. ഓക്കെ, സ്റ്റെഫിയോട് സംസാരിക്കാം. സ്റ്റെഫി ഇവിടെ വന്നിട്ട് എത്ര നാളായി? Almost 4 years. Next week I will complete 4 years. Wow, 4 years. സിഡ്നി കാനഡയില കേട്ടോ, ഓസ്ട്രേലിയയിലല്ല. Britain Island സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയാം. സോ ഞങ്ങൾ ഇപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണ്. ഞാൻ പറഞ്ഞില്ലേ ബിഗ് ഫിഡില്. ഇപ്പം അവിടെയൊക്കെ ദൂരെ ഒന്ന് കാണിക്കാൻ സൺസെറ്റ് കാണാൻ ഞങ്ങൾ വന്നു. പക്ഷെ ഇന്ന് സൺസെറ്റ് ഇല്ല. ബ്യൂട്ടിഫുൾ ഇതാണ്. ഇന്നെല്ലാം ക്ലൗഡിയാണ്. ഓക്കെ, വാക്ക് ചെയ്തോണ്ട് സംസാരിക്കണം. ഓക്കെ, ഞാൻ സ്റ്റെഫിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ, മനസ്സിലാക്കട്ടെ. സോറി. സ്റ്റെഫി ഇവിടെ വന്നത് ഒരു സ്റ്റുഡന്റ് ഇതിലാണ് വന്നത്. സ്റ്റെഫി വന്നിട്ട് ഇപ്പം 4 years ആയില്ലേ? ഓക്കെ, സ്റ്റെഫി വന്നത് സ്റ്റുഡന്റ് വിസയിലാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റെഫി എന്റെ ബ്രദറിലോ മോളും പിന്നെയാണ് വന്നത്. 1 year കഴിഞ്ഞിട്ടാണ്. സ്റ്റെഫി ഇവിടുത്തെ ലൈഫിനെ കുറിച്ച് ഇച്ചിരി പറ. ഇവിടുത്തെ ലൈഫിനെ പറ്റി ഞാൻ വന്നത് 2021 സെപ്റ്റംബറിലാണ്. ഓൾമോസ്റ്റ് നമ്മുടെ കോവിഡ് ലോക്ക്ഡൌണിനൊക്കെ ശേഷം ബോർഡർ ഓപ്പൺ ആയിട്ട് വന്നതിന്റെ സെക്കൻഡ് ഇൻടേക്കിലാണ് ഞാൻ വന്നത്. മാസ്ക് ഓൺ ആയിരുന്നപ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ജോലി കണ്ടുപിടിക്കാനൊക്കെ. പക്ഷെ എനിക്ക് വന്ന 1 month തന്നെ ജോലിക്ക് കയറാൻ പറ്റി. അത് AIP സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഞാൻ ജോലിക്ക് കയറിയത് ആസ് എ ഹോസ്റ്റ്. ഇപ്പൊ ഞാൻ PR അപ്ലൈഡ് സ്റ്റേറ്റസിലാണ്. സ്ട്രഗ്ലിംഗ് ഉണ്ട് തുടക്കത്തിൽ വരുമ്പോൾ. വെതർ ലൈഫ് സ്റ്റൈല്, കൂട്ടത്തില് സ്റ്റഡീസ് പ്ലസ് പാർട്ട് ടൈം അസൈൻമെന്റ്, സെമിനാർസ്, എക്സാം എല്ലാം കൂടി നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രഗ്ലിംഗ് ആണ്. ബട്ട് നമ്മൾ ഓൾറെഡി മൈൻഡ് സെറ്റാക്കിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടെ എല്ലാം നമ്മൾ പോയേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം ഇതിലൊരു അവസാനം ഉണ്ടാവും സ്റ്റഡീസിന്. എനിക്ക് സ്റ്റഡീസിന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്, മോർ ദാൻ PR. എനിക്ക് PR കിട്ടിയാൽ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവുമെന്ന് എനിക്കറിയില്ല. ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു ഞാൻ എക്സൈറ്റഡ്. കാരണം അത്ര സ്ട്രഗിൾ ആയിരിക്കും നമുക്ക് പഠിത്തവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ 1 year തന്നെ നമ്മുടെ ഫാമിലി എത്തി. അപ്പൊ നമുക്ക് കുറച്ചൊന്നും റിലീഫ് കിട്ടും. അറ്റ്ലീസ്റ്റ് നമുക്ക് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും, നമ്മുടെ ഫാമിലി ഉണ്ട്, ഫുഡ് എടുത്തു തരാൻ ആളുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അതൊക്കെ ഇത്രയ്ക്ക് വലിയ കാര്യമാണെന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ നമുക്ക് ഫുഡ് എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്നത് ഓക്കെ, എനിക്കിത് അറിയണം. സ്റ്റെഫി ജോലി ചെയ്യുമ്പോഴത്തേക്ക് എത്ര മണിക്കൂറാണ് സ്റ്റെഫിയുടെ ജോബ് അവേഴ്സ്? സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് വന്ന ടൈമിൽ 20 hours സ്റ്റാർട്ട് ആയത്. പിന്നെ അത് 24 20 hours per week. പെർ വീക്ക് 20 hours. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ട്രൂഡോ ഗവൺമെന്റിന്റെ ഒരു പുതിയ റൂളായിരുന്നു സ്റ്റുഡൻസിന് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഞങ്ങളൊരു 3rd semester എത്തിയപ്പോഴത്തേക്ക് ആ റൂള് വരികയായിരുന്നു. പിന്നെ നമ്മൾ 20 hours പോയിട്ടില്ല, എല്ലാം അൺലിമിറ്റഡ് അവേഴ്സിലേക്ക് തന്നെയായിരുന്നു നമ്മൾ വർക്ക് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞു, അതൊരു പെർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രമായിരുന്നു അത്. പക്ഷെ അതിനുശേഷം വീണ്ടും 20 hours പോയി. പിന്നെ അത് 24 hours ആക്കി പെർ വീക്ക്. ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാം പെർ വീക്ക് 24 hours പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റെഫി, ഞാൻ സ്റ്റെഫിനെ കുറിച്ച് ഇച്ചിരി പറയുകയാണെങ്കിൽ എന്റെ സൈഡിൽ സ്റ്റെഫിയുടെ ഇൻട്രൊഡക്ഷൻ വേറെ കൊടുക്കുന്നുണ്ട്. സ്റ്റെഫി ഒരു മീൻസ് എന്താ പറയുന്നത്, ഫാമിലിയിലെ മൂത്തൊരു കൊച്ച്, മൂത്തത് ഒറ്റ സിംഗിൾ ഡോട്ടർ. ഫാമിലിയിലെ എല്ലാ സിബ്ലിങ്സിന്റെ ഇടയ്ക്ക് ഫസ്റ്റ് ബേബി പറയത്തില്ലേ, പാമ്പർ ചെയ്ത് ഇങ്ങനെ സ്പോയിൽ ചൈൽഡ് പറയത്തില്ലേ, അതായിരുന്നു ഫാമിലിയില്. കാരണം എല്ലാവർക്കും വേണ്ടി. അപ്പം അങ്ങനത്തെ ഒരു കൊച്ച് ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മീൻസ് തന്നെ ഇത് ജീവിക്കുകയാണ്. എന്താ പറയുന്നത്, അത് എപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം വേണമെങ്കിൽ സ്റ്റെഫിക്ക് സുഖമായിട്ട് അവിടെ നിൽക്കായിരുന്നു. പക്ഷെ സ്റ്റെഫി സ്വന്തം കാലിൽ നിന്ന് ഇത് ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പപ്പ മമ്മിയുടെ ലൈഫ് ഇതിൽ കാശിൽ ജീവിച്ചോളാം അങ്ങനെയല്ല തീരുമാനിച്ചത്. ഓക്കെ, സോ ഇത് എല്ലാ പിള്ളേർക്കാണ്. കാരണം നമ്മുടെ ചില പിള്ളേരുണ്ടല്ലോ, അപ്പം നമ്മുടെ അടുത്ത് കാശുണ്ട് പറഞ്ഞിട്ട് അവരുടെ ഇതിൽ നിൽക്കുന്നത്. നോ,
എല്ലാം തന്നെ ചെയ്യണം. ഞാനും എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഇതുണ്ട്, പിള്ളേരെ നല്ലപോലെ പഠിപ്പിക്കും, പക്ഷേ കാശുണ്ടാക്കി കൊടുക്കത്തില്ല. ഞങ്ങളിതില്ല, കാശുണ്ടാക്കി കൊടുക്കത്തില്ല. പക്ഷെ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനുള്ള അവരുടെ വാല്യൂസ് കൊടുത്ത് വളർത്തുവാണ്. അതാണ് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ തീരുമാനം. ലെറ്റ്സ് സീ മുമ്പോട്ട് പോയിട്ട് എങ്ങനെയായിരിക്കും എനിക്ക് അറിയത്തില്ല. ഓക്കെ, സ്റ്റെഫിയുടെ ഇത് ഞാൻ ചോദിക്കുക. സ്റ്റെഫിയുടെ എത്ര ദിവസം ഹോൾ ഡേ എത്ര നേരം നിൽക്കും, എത്ര നേരം ഇരിക്കും, ജോബ് എങ്ങനത്തെ ജോബാണ്? ഞാനിപ്പം സൂപ്പർവൈസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഹോസ്റ്റിംഗ് ആയിരുന്നു റെസ്റ്റോറന്റിൽ. ബട്ട് സ്റ്റിൽ നിന്നുള്ള ജോലി തന്നെയാണ് കൂടുതലും. 9 hours to 10 hours. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ ആയിരിക്കും നമ്മളൊന്ന് ഇരുന്ന് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്നുള്ള ജോലി തന്നെ ആയിരിക്കും. ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതിനൊക്കെ ഒരു ഹോപ്പ്ഫുള്ളി ഒരു എൻഡ് ഉണ്ടാവും, നല്ലൊരു എൻഡിലേക്കായിരിക്കും പോകുന്നതെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പോകുന്നത്. ഫിസിക്കലി നമ്മൾ ടയേർഡും ഒക്കെ ആവും, പക്ഷെ എന്നാലും ഇതൊക്കെയാണ് ലൈഫ്. അല്ലാണ്ട് നമുക്ക് ഒരു മറ്റേ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കോട്ടല്ലേ, ECG എന്ന് പറയുന്നത് സ്ട്രേറ്റിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. വേരിയേഷൻസ് എന്തായാലും ഉണ്ടാവും. അതും കൂടി ചേർന്നാണ് ലൈഫ് എന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് ഫ്രസ്ട്രേഷൻസും മൂഡ് സ്വിങ്സും ഫാമിലിയിൽ നിന്നും ഔട്ട് ഓഫ് ഫാമിലി ഒക്കെ നമ്മൾ കാണേണ്ടി വരും. ഒരുപാട് പേര് ഉപദേശിക്കാൻ വരും, അയ്യോ എന്തിനാണ് നീ പോയത് കാനഡയിൽ, ഒറ്റ മോള്, എന്തിന്റെ ആവശ്യമാണ് നിനക്ക് പോകേണ്ടത്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കേട്ട് കേട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ലെവലിലോട്ടൊക്കെ എത്തും. പക്ഷെ അല്ല, ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്, ആ ആൾക്കാർ സ്റ്റെഫിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി തരാൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് പറയാന് ഈവൻ ഫ്രണ്ട്സിന്നാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളുടെ ഒക്കെ ഈ ഒരു ജനറേഷനിൽ ജീവിക്കുന്ന ഫ്രണ്ട്സ് എന്ന് വരെ എന്തിനാ നീ പോയെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷെ എനിക്ക് പോകണം, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് ജോലി ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ഫാമിലി കൂടെ നിന്നു. അറ്റ് ലാസ്റ്റ് ഫൈനലി ഇവിടം വരെ എത്തി. ഇനി മുന്നോട്ടുള്ളത് PR എന്നുള്ളൊരു കാര്യമാണ്. അതും പ്രോസസ്സിംഗ് ആണ്. ഹോപ്പ്ഫുള്ളി ഒരു 2-3 months അതും ഓൾമോസ്റ്റ് സെറ്റ് ആവും. പിന്നെ നമുക്കറിയാലോ ഇതൊരു 2-3 yearsന്റെ സ്ട്രഗിൾ ആണെന്നുള്ളത് അറിഞ്ഞു തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ഇവിടം വരെ എത്തിയത്. സോ ആ ഒരു 2-3 years എന്തായാലും, ഐ മീൻ 4 to 5 years ഇൻക്ലൂഡിംഗ് PR അത് കഴിയണം. പക്ഷെ ക്വസ്റ്റ്യൻസ് കേൾക്കും, നെവർ മൈൻഡ്. അത് മൈൻഡ് ചെയ്യണ്ട, കാരണം ഞാനും അതാ പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരും, റിപ്ലൈ ചെയ്യണോ വേണ്ട നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമ്മുടെ തീരുമാനമാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഇതാണ്, എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ ചോയ്സ്, യുവർ വിഷ്, യുവർ ലൈക്ക് എന്താണ് നിങ്ങളുടെയാണ്. കാരണം വേറെ ആരും കാണത്തില്ല. ക്വസ്റ്റ്യൻസിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ അതിലൊരു ആൻസർ കൊടുക്കുമ്പോൾ അതിൽ തിരിച്ചിങ്ങോട്ട് വീണ്ടും സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ആൻസർ കൊടുത്താൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുമ്പോൾ വീണ്ടും അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാത്ത രീതിയിൽ ഒരു ആൻസർ നമ്മളും കൊടുത്താൽ, PR എന്തായി എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്രോസസ്സിംഗിലാണ് 2-3 months അറിയും. അപ്പൊ പിന്നെ ആ 2-3 months നമുക്ക് ആ ക്വസ്റ്റ്യൻ കേൾക്കണ്ട. 3 months കഴിഞ്ഞിട്ട് PR കിട്ടി എന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കൊടുക്കാം. സബ് ക്വസ്റ്റ്യൻസിന് അലോ ചെയ്യാതിരുന്നാൽ മതി. സ്റ്റെഫി ഇപ്പം ഫേസ് ചെയ്യുന്നത് ഒരു ഇത് ഞാൻ എന്റെ ഇത് പറയാ, സെയിം തിങ്, നോട്ട് സെയിം, സിമിലർ പറയാ. ഞാൻ ഈ ഡൽഹിന്ന്, കാരണം ഇന്ത്യയിലാവുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ജോബ് ഇങ്ങനെ ഡൽഹിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് അഗൈൻ ഗുർഗാവ് പിന്നെ അബുദാബി, ഇങ്ങനെ ജസ്റ്റ് സാധനം എടുക്കുക പോവുക. അപ്പം ആൾക്കാർ ചോദിക്കുന്നത് എന്താ അറിയോ, എന്താ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നൂടെ? അപ്പം എനിക്ക് അവരോട് ഞാൻ സത്യം പറഞ്ഞ ആ സമയത്തൊന്നും ചോദിക്കത്തില്ലായിരുന്നു. കാരണം ചില സമയത്തൊക്കെ ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷേ ഞാൻ പിന്നെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഇത് ഞങ്ങളുടെ ചോയ്സാണ്, ഞങ്ങളുടെ ഇഷ്ടമാണ്, ആരോടും ചോദിക്കാൻ വരുന്നില്ലല്ലോ, ആരോടും ഹെൽപ്പ് ചോദിക്കുന്നില്ല. ഇറ്റ്സ് അവർ വിഷ്. സോ ആൾക്കാർ പറയും, പക്ഷെ ഞാനിത് ലൈഫ് നിങ്ങളാ ജീവിക്കേണ്ടത്, ലൈഫ് ആൾക്കാരല്ല നമ്മളെ ഇതാക്കുന്നത്. എന്റെ റിലേറ്റീവ്സ് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ എന്താ പറയുന്നത്, എനിക്ക് മലയാളത്തിൽ ആ വേർഡ് കിട്ടത്തില്ല, നമ്മൾ സാധനം എടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങനെ ഹിന്ദിയിൽ പറയുന്ന പഞ്ചാറാണ്, മറ്റേ ഈ റെഫ്യൂജി മാതിരി ഇങ്ങനെ സാധനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുകയോടെ പറഞ്ഞിട്ട് ഇങ്ങനെ വീടൊന്നും ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട, എന്തിനാ ഒരു വീട്, അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് ദാറ്റ്സ് ഫൺ ഇൻ ഫൺ വേ. സോ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഹൈദരാബാദിലെ ഹൗസ് ഉണ്ടായിരുന്നു, ഹൈദരാബാദിലെ ഹൗസ് കൊടുത്തു. ഞങ്ങൾ ഇവിടെ വീട് മേടിച്ചു. നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് തോന്നുമ്പോഴത്തേക്ക് നമ്മൾ വന്ന് മേടിച്ചു. ഇത് വെച്ചിട്ട് ഞങ്ങൾ വീട് മേടിച്ച് പറഞ്ഞത് സ്ട്രഗിൾ ഇല്ല ലൈഫ്. കാനഡയിൽ അങ്ങനെയല്ല, കാനഡയിൽ സ്ട്രഗിൾ ഉണ്ട്. ഒരു സാലറിയിൽ പോകത്തില്ല. സ്റ്റെഫി ഒരു സാലറിയിൽ പോവോ? നോ. ഓക്കെ, എന്തായാലും പോകില്ല. 2 പേര് തന്നെ 2 ജോലി വീതം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എക്സ്ട്രാ ഹായ് റംനീക് എന്റെ ബിസിനസ് പാർട്ട്ണറാണ്. റംനീക് എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ
You're talking in different language, but differently. Okay. Hi रमनीक मैं मलयालम में आज वीडियो कर रही हूँ अपने सिस्टर इन लॉ के साथ एंड मैंने सोचा कि ठीक है आज थोड़ा मलयाली लोगों को चिट चैट करते हैं, इसलिए सॉरी आपको लैंग्वेज पता चल रही नहीं, बट मैं आपको ब्यूटी दिखा सकती हूँ सराउंडिंग, ये आपके लिए रमनीक स्पेशली. ओके या नाउ कैरी ऑन. अब मैं अपनी सिस्टर इन लॉ के साथ बातें चिट चैट शुरू करें, हम लेडीज टॉक चल रही है हमारी. तो या स्टेफी की और कई चीज़ें मैं बताती हूँ. स्टेफी और मेरी हम लोग जब इस फैमिली में आए, लेस्टर फैमिली में, तो हमारे टाइमिंग बहुत डिफरेंस है. तो मुझे आके 21 ईयर्स हो गए हैं एंड स्टेफी को 8 ईयर्स. കല്യാണം കഴിഞ്ഞിട്ട് ഹിന്ദിയിലാ പറയുന്നത്. സോറി ഞാൻ ഹിന്ദിയിലാ സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 9 ഇയേഴ്സ്. ഓക്കെ, ഞാൻ വന്നിട്ട് 21 ഇയേഴ്സ് ആയി. ഓക്കെ, പക്ഷെ സ്റ്റെഫിയുടെയും ഞങ്ങൾ ചിലപ്പം ഞാൻ സ്റ്റെഫിനെ കാണുമ്പോഴത്തേക്കല്ലേ എൻ്റെ ഒരു യങ് ഏജ്ഡ് എനിക്ക് ഫീലിംഗ് ആണ് വരുന്നത്. ഞാൻ സ്റ്റെഫി തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചില സമയത്ത് ഓർക്കുമ്പോഴത്തേക്കും ഞാനും ഇങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെഫി എന്നെക്കാട്ടും ഒത്തിരി ഇളയതാണ്. പക്ഷെ ഒത്തിരി ഇളയത് ഞാൻ സീനിയറാ. ഞാൻ സീനിയറാണ്. സ്റ്റെഫിനെക്കാട്ടും സീനിയറാണ്. അപ്പം ഞാൻ ചേച്ചിയുടെ സ്ഥാനമല്ലേ. അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് ഒരാളുണ്ട്, ജീൽ പറയും, ഒരാളുണ്ട് ജീലിനറിയാം എന്റെ മലയാളം കേട്ടിട്ട് മനസ്സിലാവും ചേച്ചി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ 3 പേരാണ്. ആ 3 ആണുങ്ങൾ, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ. ഞങ്ങൾ ജീൽ ഖത്തറിലാണ്, സ്റ്റെഫി ഇവിടെ കാനഡയില് സിഡ്നിയിലാണ്. ഞങ്ങളുടെ എപ്പോഴും വിഷയമായിരുന്നു, അയ്യോ നമ്മൾ ഒന്നിച്ച് കാനഡയിൽ വരും, ഒന്നിച്ച് ജീവിക്കും, അങ്ങനെയൊക്കെ. ഞങ്ങൾ ഞാൻ താമസിക്കുന്നത് ടൊറന്റോയിലാണ്. അപ്പം ഞങ്ങളിപ്പം 1 ഇയർ ആയിട്ടേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തില്ലോ, ഇവരെ കാണാൻ വേണ്ടി ഇവിടെ എത്തി. പക്ഷെ ലാസ്റ്റ് ഇയർ സ്റ്റെഫി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ നോർമൽ ഞങ്ങളുടെ സാധാ ടോക്കാണ്. ഞങ്ങളുടെ ഒരു സീരിയസ് മാൻ ഈസ് ഹിയർ സിറ്റിംഗ് ഹിയർ, ദിനേഷ്. സോ എന്റെ ഫാമിലിനെ നീ പരിചയപ്പെട്ടുള്ള എല്ലാവരോടും അപ്പം ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള റീസൺ ഇതായിരുന്നു, ജസ്റ്റ് കാണിക്കാനായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ, എന്റെ സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നോ? ഐ ഹോപ്പ് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നത് കാനഡ വന്നു കഴിഞ്ഞാൽ നല്ല സുഖത്തിൽ ജീവിക്കുക, നല്ല പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, കാനഡയിലല്ലേ ഇത്ര സാലറി ഇല്ലേ. അവരൊക്കെ എന്തറിയോ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നില്ല എത്ര കാശോ, എത്ര സാലറി, എത്ര ഇതാ കിട്ടുന്നത്, എത്ര ഇതാണ് കൊടുക്കേണ്ടത്, EMIs, ഇൻഷുറൻസ്, ഒത്തിരി ചെലവുകളുണ്ട്. അപ്പം ഇത് അവർക്ക് എല്ലാവർക്കും മെസ്സേജ് ആയിരുന്നു. മീൻസ് ചിന്തിക്കണ്ട, ലൈഫ് ഇസ് സോ ഈസി. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ടഫുള്ള ലൈഫിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഓരോ ചെറിയ ഹാപ്പിനെസ് നോക്കുന്നു, ഓരോ ചെറിയ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു. അപ്പം സോ എല്ലാവരോട് എൻ്റെ മെസ്സേജാണ് ഇന്നത്തെ മെസ്സേജ്. ചെറിയ സന്തോഷമാണെങ്കിൽ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ എൻജോയ് ഇറ്റ്, ലിവ് ഇറ്റ്. ആൻഡ് ആൾക്കാർ എന്താ പറയുന്നത് അത് വിചാരിച്ചു കഴിഞ്ഞാൽ, നോർമൽ കാര്യത്തിൽ ഞാൻ പറയുന്നത്, ആൾക്കാർ എന്ത് പറയും ഇത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സോ ഹാപ്പിലി ജീവിക്കുക, സന്തോഷമായിട്ട്. Can I join? Yeah. Hi Ramneek. Sorry, I didn't see your message. How I make a join? Let me check. No, she's not here anymore. Oh, sorry Ramneek, I didn't see your message. I'm just seeing. It came in late. Yeah, sorry. मैंने रमनीक का മെസ്സേജ് नहीं देखा, സോറി. ഓക്കെ, എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ ഈ സംസാരത്തിൽ ശ്രദ്ധിച്ചില്ല മെസ്സേജ്. പുള്ളിക്കാരത്തി പോയി. ഓക്കെ, സോ ദിസ് ഇസ് എ മെസ്സേജ്. സന്തോഷമായിട്ട് ജീവിക്കുക, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക, സ്വന്തം തീരുമാനം എടുക്കുക, ചെറിയ ഹാപ്പിയിൽ സന്തോഷിക്കുക. ഓക്കെ, ദെൻ ബൈ. നെക്സ്റ്റ് ടൈം ഞാൻ കാണിക്കാം. എൻ്റെ മലയാളം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക.